മക്കളെ ഒന്ന് രണ്ട് മക്കളും അത് പറഞ്ഞല്ലോ. ഒരുപാട് മക്കളില്ലേ. ഇത് ആദ്യം പറയും എന്നെ കൊണ്ട് അധികം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അല്ല ഞാൻ മറ്റു മക്കളെ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നെ കൊണ്ട് അധികം പറയാം. നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാകും. എനിക്കൊരു പാട് തോക്കണം. അവിടെ കോൺഗ്രസ് ജയിക്കണം. ആൻഡോ ആരോട് ജയിക്കും. അതാണ് കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ് ആണ്. എന്റെ മതം കോൺഗ്രസ്. മക്കളെ കുറിച്ച് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അത്തരം ഭാഷ എനിക്ക് വശമില്ല എന്നുള്ള ഒരു പ്രതികരണമാണ്. ഈ എ.കെ. എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ എ.കെ. പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 2014 കഴിഞ്ഞ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ? 2014 പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016 2021 സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ?